വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-34 വാക്യം. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞു. വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു തിരുവചന വേദഭാഗത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നത്. വളരെ 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 പ്രധാനപ്പെട്ട ഒരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അതിൻ്റെ 34 വാക്യം യേശു ക്രിസ്തു അവിടെ പറയുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്ന് യേശു പറയുകയാണ്. ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. ആർഷഭാരവത്തിൽ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങളുടെയും മൂല കാരണം ഏത് എന്ന് ചോദിച്ചാൽ അത് ഇവിടെ പറയുന്ന ബാധ തന്നെയാണ്. ഏതാണ് ഈ ബാധ എന്ന് പറയുന്നത്? വിശുദ്ധ ബൈബിളിൽ അതിനെ സാത്താൻ എന്ന് പറയുന്നുണ്ട്, പിശാച് എന്ന് പറയുന്നുണ്ട്, ഭൂതങ്ങൾ എന്ന് പറയുന്നുണ്ട്. പൈശാചിക മണ്ഡലങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വിശദീകരിച്ച് എഫെസ്യലേഖനം 6-12 വാക്യത്തിൽ വായിക്കുമ്പോൾ വാഴ്ചകളെന്നും അധികാരങ്ങളെന്നും ഈ ലോകത്തിൻ്റെ അധിപതികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകൾ എന്നവിടെ പറയുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10 വാക്യത്തിൽ അവിടെ പറയുന്നു, കള്ളൻ എന്നവിടെ പറയുന്നുണ്ട്. അവൻ എന്തു ചെയ്യുന്നു? അറുക്കുന്നു, മോഷ്ടിക്കുന്നു, അവൻ മുടിക്കുകയും ചെയ്യുകയാണ്. പിന്നെ 91 സങ്കീർത്തനത്തിൻ്റെ 3 മുതൽ വായിച്ചാൽ പകല് പറക്കുന്ന ബാധ എന്നെഴുതാതെ പകല് പറക്കുന്ന അസ്ത്രം എന്നെഴുതിയിട്ടുണ്ട്. രാത്രിയിലെ ഭയം, പകല് പറക്കുന്ന അസ്ത്രം, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകൻ എന്നിങ്ങനെയൊക്കെ എഴുതി വച്ചിരിക്കുന്നു. ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് പാർസി രാജാവിൻ്റെ പ്രഭു എന്നവിടെ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ആദിയിൽ ഏദനിൽ ആദാമിനെയും ഹവ്വയെയും നശിപ്പിച്ച ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് അവരെ അടർത്തിക്കളഞ്ഞ പഴയ സാത്താനായ പാമ്പ് എന്നവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ ഈ ബാധയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബാധയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ബാധയുടെ ഉത്ഭവത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. കുറച്ചുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ബാധ എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് വെട്ടേറ്റ് താഴെ വീണ ദൂതന്മാർ, ശപിക്കപ്പെട്ട ദൂതന്മാർ, ലൂസിഫർ, അതിൻ്റെ കുറേ ശക്തികൾ, അതിൻ്റെതായിരിക്കുന്ന വ്യാപാരങ്ങൾ, അതിൻ്റെതായ പോരുകൾ, ഇതിൻ്റെതായിരിക്കുന്ന ആക്രമങ്ങൾ ആരുടെ മേലാണ് വരുന്നത്? ഇവിടുത്തെ മനുഷ്യൻ്റെ മേൽ, മൃഗങ്ങളുടെ മേൽ, സമ്പത്തിൻ്റെ മേൽ, ഉയർച്ചകളുടെ മേൽ, ഉന്നമനങ്ങളുടെ മേൽ, ശുശ്രൂഷകളുടെ മേൽ ഒരുപാട് അതിശക്തമായിട്ടുള്ള നാശം വിതച്ചുകൊണ്ട്, എന്തിന്? നിങ്ങളുടെ കുടുംബത്തിനകത്ത്, എൻ്റെ കുടുംബത്തിനകത്ത്, ശുശ്രൂഷകന്മാരുടെ കുടുംബത്തിനകത്ത്, വ്യക്തിപരമായ ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ ഈ ശക്തി മാരകമായ നിലയിൽ ഒരു ബാധ പോലെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാതെ ശരീരത്തിൽ ഒളിഞ്ഞും, മനസ്സുകളിൽ ഒളിഞ്ഞും, ഗൃഹങ്ങളിൽ ഒളിഞ്ഞും, മൃഗങ്ങളിൽ ഒളിഞ്ഞും, ഭൂമിയുടെ മണ്ഡലങ്ങളിൽ ഒളിഞ്ഞും, വ്യത്യസ്തമായ മേഖലകളിൽ ഒളിഞ്ഞും, ആർക്കും പിടി കൊടുക്കുവാൻ അനുവദിക്കാതെ, ഒരു ടെസ്റ്റിലും ഒരു മരുന്നിലും മാറാതെ, ഒരു ടെസ്റ്റിലും വെളിപ്പെടാതെ, കണ്ണ് ടെസ്റ്റ് ചെയ്താൽ അതിൽ പിടിക്കാൻ കഴിയാതെ, ഇനി എക്സ്റേ എടുത്താൽ, ഇനി യൂറിൻ്റെ ടെസ്റ്റ് എടുത്താൽ, സ്കാനിങ് എടുത്താൽ, എന്തൊക്കെ ആധുനികപരമായിട്ടുള്ള രീതിയിൽ യവനെ കണ്ടുപിടിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ സാമഗ്രികളുണ്ടോ അതിലൊന്നും യവനെ പിടിക്കാനോ കണ്ടെത്താനോ കഴിയുകയില്ല. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ബാധ പ്രവേശിച്ചാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, 2 കഷ്ടങ്ങൾ, പ്രതികൂലങ്ങൾ, നിരാശകൾ, വേദനകൾ, ചഞ്ചലിപ്പ് എന്ന് വേണ്ട ഈ ബാധ ജീവിതത്തിൽ കയറി കഴിഞ്ഞാൽ 5-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ, ഒരു ബാധ ഒരു ശരീരത്തിൽ കയറിയാൽ, ഒരു ദുരാത്മാവ് ശരീരത്തിൽ കയറിയാൽ, യോബിന്റെ പുസ്തകത്തിൽ നമുക്കറിയാം, മക്കളെ നശിപ്പിച്ചു, മൃഗസമ്പത്തിനെ കൊന്നുമുടിച്ചു, ആരോഗ്യത്തെ നശിപ്പിച്ചു, ശരീരത്തെ പുഴുവടിപ്പിച്ചു, ഭ്രാന്തനാക്കി,
വെറുപ്പിച്ചു. സമൂഹത്തിൽ നിന്ന് വെറുപ്പുണ്ടാക്കി, ബന്ധുക്കളിൽ നിന്ന് വെറുപ്പുണ്ടാക്കി, സ്നേഹിതന്മാർ പഴിചാരി, ജീവിതത്തിൽ ഇനി നശിക്കാൻ മറ്റൊന്നുമില്ല. ആ വിധത്തിൽ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ പിശാച് ജീവിതത്തിൽ കടത്തിവിട്ടു. എന്തിന്? സ്വന്തം ഭാര്യ പോലും തള്ളി പറഞ്ഞു. ഡിവോഴ്സിൻ്റെ വക്കിൽ വരെ കുടുംബജീവിതം എത്തത്തക്ക നിലകളിലായി. എന്തിന്? പ്രാണനെ മാത്രം തൊട്ടില്ല, ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും അവൻ നിറഞ്ഞു പോരാടി. ഇന്ന് രാത്രി അവിടെ ദൂത് പ്രകാശിപ്പിക്കുന്നു. ഏറിയ വർഷങ്ങൾ കൊണ്ട് നിറഞ്ഞ് ഒരു ഭാഗത്തെ പോലും വിടാതെ പിശാച് പൊരുതി നിൽക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഇയ്യോബിനോട് ചേർത്തു പറയാം, ഇയ്യോബേ, പ്രാണനെ തൊടാത്തിടത്തോളം കാലം നഷ്ടപ്പെട്ടതിനെ, കൊണ്ടുപോയതിനെ, അപകരിച്ചു കൊണ്ടുപോയതിനെ, കൈവശമാക്കി കൊണ്ടുപോയതിനെ സുന്ദരജീവികളുടെ ആക്രമങ്ങളാൽ ശുശ്രൂഷയ്ക്ക് പൊള്ളലേറ്റ്, ശുശ്രൂഷയിൽ പരാജയപ്പെട്ട് പ്രാർത്ഥിച്ചു കയറുവാൻ കഴിയാതെ ചിറകൊണ്ടിഞ്ഞ ചില കഴുകന്മാർ ഇന്ന് രാത്രി ചിറകടിച്ച് ഈ രാത്രി ചിലത് പൊട്ടട്ടെ, ഈ രാത്രി ചില കെട്ടുകൾ അഴിയട്ടെ. ഇതുവരെ വെളിപ്പെടാതെ, ഇതുവരെ വെളിപ്പെട്ടു വരാതെ, ഇതുവരെ മറഞ്ഞു കിടന്ന് വ്യക്തികളിൽ പോരുകൾ സൃഷ്ടിച്ച്, വ്യക്തികളിൽ വെല്ലുവിളികൾ സൃഷ്ടിച്ച്, വ്യക്തികളിൽ ബന്ധനങ്ങൾ ഇട്ടുകൊണ്ട് കുടുംബ ജീവിതങ്ങളെ മുട്ടിച്ചു തകർത്ത്, ശുശ്രൂഷ മണ്ഡലങ്ങളെ വേരോടെ പിടിപിടത്തെറിഞ്ഞ്, കുടുംബ ബന്ധങ്ങളെ ഉലച്ചു കളഞ്ഞ് ഇരുളിന്റെ വ്യാപാരമേ ഈ രാത്രി അഴിയണം. നിന്റെ അധികാരത്തെ ഞാൻ വെട്ടുന്നു. ശക്തവും വ്യക്തവുമായി ഒരു വെളിപ്പാട് ഞാൻ കാണുകയാണ്. ഒരു ദൂതൻ ഒരു വാളുമായി ഈ രാത്രിയിൽ ഇവനകത്ത് നടക്കുന്നു. നിങ്ങളുടെ കയ്യടിക്ക് വേണ്ടി ഞാൻ പറഞ്ഞ കാര്യമല്ല, എൻ്റെ ആത്മമണ്ഡലത്തിൽ ഞാൻ കാണുകയാണ്. എൻ്റെ ആത്മമണ്ഡലത്തിൽ ഞാൻ ദൈവാത്മാവിൽ ഒരു വെളിപ്പാട് കാണുന്നു. ഒരു ദൂതൻ വാളുമായി ഇറങ്ങി ഈ ആലയത്തിൻ്റെ മടിവിലൂടെ മടക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്നെ വെട്ടാനല്ല, നിന്നെ വെട്ടുന്നവനെ വെട്ടാൻ, നിന്നെ മുട്ടിക്കുന്നവനെ മുട്ടിക്കുവാൻ, നിന്നെ ഒതുക്കുന്നവനെ ഒതുക്കുവാൻ, നിന്നെ വശിക്കുന്നവനെ വശിപ്പിക്കുവാൻ, നിന്റെ ജീവിതത്തെ പിഴുപറയുന്ന മണ്ഡലത്തെ പിഴുപറയുവാൻ ഇന്ന് രാത്രി അത് വെളിപ്പെട്ടുവാ. പോരുകൾ ഈ രാത്രി പൊട്ടട്ടെ, ജനം ഈ രാത്രി വിടുവിക്കപ്പെടട്ടെ. ഇന്ന് രാത്രി പണം ചാടുന്ന സർപ്പം പോലെ ഈ രാത്രി നിന്റെ പണത്തെ വിഴുങ്ങി പാവേൻ വർഷങ്ങൾ കൊണ്ട് നിന്റെ ജീവിതത്തെ മുട്ടിച്ചുലച്ച് ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഇരുളിന്റെ വ്യാപാരമേ, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് കാൽവറയിൽ ക്രൂശിൽ പിശാചിന്റെ തലയെ തകർത്ത് അവരെ പരസ്യമായി കാഴ്ചയാക്കിയ യേശുവിന്റെ മഹാശക്തി ഇതിനകത്തിന് തിരിച്ചറിയുന്നവർ ഇതിന് പ്രസംഗമായി നിങ്ങൾ എടുക്കരുത്. ഈ രാത്രി നിന്റെ ഉദരത്തെ കെട്ടിവെച്ച ചില ബന്ധനങ്ങൾ ആത്മമണ്ഡലത്തിൽ ഒരടി കയറുവാൻ കഴിയാത്ത വിധത്തിൽ വീട്ടിന്റെ ചുറ്റളവിൽ ചെന്ന് കയറിയാൽ പലവേദനയിട്ട് തലയ്ക്ക് പെരുപ്പിട്ട് അസ്വസ്ഥതകൾ കടത്തിവിട്ട് ഭാര്യ ഭർത്താവ് തമ്മിൽ ഐക്യതയില്ലാതെ നിന്റെ കുടുംബത്തെ വെല്ലുവിളിച്ച് നിൽക്കുന്ന ഇരുളിന്റെ ആ ശക്തി ജലത്തിവല പൊട്ടുന്നത് പോലെ ഇന്ന് രാത്രി ഇവനകത്ത് 6 കുടുംബങ്ങളുടെ ശരീരങ്ങളിലും കുടുംബങ്ങളിൽ നിന്നും ഈ രാത്രി ഒഴിയുന്നവർ ഈ രാത്രിയിൽ ഒരു യുദ്ധത്തിന്റെ രാത്രിയാണ്. ഏറിയ വർഷങ്ങൾ കൊണ്ട് നിനക്ക് മറുപടിയില്ലാതെ പോയ വിഷയങ്ങളിൽ ഈ രാത്രി ദൈവത്തിന്റെ മറുപടി ഇറങ്ങാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തിനകത്ത് ഒരു മറുപടി ഇറങ്ങാൻ പോകുകയാണ്. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു മറുപടി ഇറങ്ങാൻ പോകുകയാണ്. ഈ രാത്രി ചില കെട്ടുകൾ എവിടെയൊക്കെയോ പൊട്ടുന്നു, ചില ബന്ധനങ്ങൾ എവിടെയൊക്കെയോ പൊട്ടുന്നു, ചില ശാപങ്ങൾ എവിടെയൊക്കെയോ പൊട്ടുന്നു, ചില ഇരുളുകൾ എവിടെയൊക്കെയോ പൊട്ടുന്നു. ഏതെങ്കിലും മണ്ഡലത്തിൽ അവന്റെ ആധിപത്യം ഈ രാത്രിയിൽ നിന്റെ ജീവിതത്തിന്മേൽ ഉണ്ടെങ്കിൽ ആ ആധിപത്യത്തിന്റെ ചെങ്കോൽ ഇന്ന് രാത്രി ആയുധവർഗം വെപ്പിച്ച് കാൽവറിയുടെ വിടുതൽ ഈ രാത്രി ഇവനകത്ത് ചലിക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ ബാധ കയറിയപ്പോൾ ഈ രോഗങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായി 3 നിലയിലെ രോഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തെ രോഗം പിശാചിനാൽ വരുന്ന രോഗം, പിശാചിടുന്ന രോഗം. അതിന് പിശാചിൻ്റെ വിസർജനം എന്നാണ് ഞാൻ അവനെ പറയുന്നത്.
എന്ന് പറഞ്ഞാൽ പിശാചിനാൽ വരുന്ന രോഗം, പിശാചിൻ്റെ വിസർജനത്താൽ വരുന്ന രോഗം, പിശാചിൻ്റെ വിയർപ്പിനാൽ വരുന്ന രോഗം, പിശാചിൻ്റെ നോട്ടത്താൽ വരുന്ന രോഗം, പിശാചിനെ അയക്കുന്ന രോഗശക്തികൾ, മന്ത്രവാദത്തിലും ആഭിചാരത്തിലും ശുദ്രക്കെട്ടുകളിലൂടെ കയറി വരുന്ന രോഗബന്ധനങ്ങൾ, അതിൻ്റെ വ്യാപാരങ്ങൾ, പൈശാചിക രോഗശക്തികൾ. മരുന്ന് കണ്ടുപിടിക്കാത്ത ഏത് രോഗമാണോ അത് പിശാചിൻ്റെ വകയാന്ന് ഓർത്തുകൊള്ളണം. ഏത് രോഗത്തിന് മെഡിക്കൽ സയൻസ് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലയോ ആ രോഗത്തിൻ്റെ ഉത്ഭവം അഥവാ അതിൻ്റെ അവകാശി പിശാചാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. രണ്ടാമത്തെ രോഗം ദൈവത്താൽ വരുന്ന രോഗം എന്ന് പറഞ്ഞാൽ ദൈവം രോഗമിട്ട് കളയും. സ്തോത്രം. എലീശയ്ക്ക് മരണകരമായ മരിക്കത്തക്ക ഒരു രോഗം വന്നു എന്ന് വായിക്കുന്നു. ആ രോഗം മരണത്തിലേക്ക് ശുശ്രൂഷ അവസാനിപ്പിച്ചു. ആ രോഗം ദൈവത്തിൽ നിന്ന് വന്നതാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ദൈവത്തിൽ നിന്ന് വന്നവ തന്നെയാണ്. കാരണം ബൈബിൾ എഴുതിയിരിക്കുന്നു മരണകരമായ ഒരു രോഗം എന്ന് പറഞ്ഞാൽ എലീശയുടെ ശുശ്രൂഷയ്ക്ക് അവസാനം കുറിക്കേണ്ടതിന് ശരീരത്തിൽ വന്നു കയറിയ രോഗം. ഇനി ഈ രോഗത്താൽ വന്ന ഒരു മരണമുണ്ട്. ദാവീദിന്റെ കൊച്ചിനെ യഹോവ ബാധിച്ചു എന്നെഴുതിയിട്ടുണ്ട്. പാസ്റ്റർമാർ പ്രാർത്ഥിച്ചാൽ ഇത് മാറത്തില്ല. ദൈവത്താൽ വരുന്ന രോഗം വിശ്വാസികളിൽ ഏറ്റവും കൂടുതൽ പ്രവേശിക്കുന്നത് വിശുദ്ധ കർത്തൃമേശ വിശുദ്ധിയോടുകൂടെ എടുക്കാത്തവരുടെ ശരീരങ്ങളിലാണ് ദൈവത്താൽ വരുന്ന രോഗം ഏറ്റവും കൂടുതൽ വ്യാപരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അശുദ്ധമായി ഇവിടെ നിന്ന് ഭക്ഷിക്കുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്താൽ നിങ്ങൾ തന്നെ തിന്നുകയും കുടിക്കുകയും ചെയ്യുക കൊണ്ട് വിശുദ്ധരായി അല്ലാതെ അശുദ്ധിയോട് എടുക്കുന്നത് കൊണ്ട് നിങ്ങൾ കുറ്റക്കാരായി തീരുകയും നിങ്ങളിൽ പലരും രോഗികൾ ആയി തീരുകയും. കണ്ടോ, ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് പെന്തക്കോസ്റ്റൽ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ പാസ്റ്റേഴ്സ് പ്രാർത്ഥിച്ചിട്ട് രോഗം മാറുന്നില്ല, മരുന്ന് കഴിച്ചിട്ട് രോഗം മാറുന്നില്ല, വൈദ്യന്മാർ ചികിത്സിച്ചിട്ട് രോഗം മാറുന്നില്ല. ആമേൻ, സ്തോത്രം. ഒരു എക്സ്റേയിലും തെളിയുന്നില്ല, പക്ഷേ രോഗം ശരീരത്തിലുണ്ട്. അസംഖ്യമായ നടുവേദനകൾ, അസ്വസ്ഥതകൾ, തലവേദനകൾ, ശാരീരികമായ ക്ഷീണങ്ങൾ, കൈകാല കഴപ്പുകൾ, പ്രാർത്ഥിക്കാൻ കഴിയാത്ത അവസ്ഥകൾ, ആരാധിക്കാൻ കഴിയുന്നില്ല, കൈ രണ്ട് പിടിച്ചാരോ കൂട്ടിവെക്കുന്നത് പോലെ ഇളിക്കൂടുകൾ ബന്ധിച്ചിരിക്കുന്ന അവസ്ഥ, തറയിലിരുന്ന് ആരാധിച്ചു കുതിക്കുന്നവർ പിന്നെ തറയിൽ പോലും ഇരിക്കുന്നില്ല, കസേരയിലും ഇരിക്കാൻ കഴിയുന്നില്ല, നട്ടല്ലുകൾ ശക്തമായി സൂചി കൊണ്ട് കുത്തുന്നത് പോലെയുള്ള രോഗബന്ധനങ്ങൾ, വിട്ടുമാറാത്ത തലവേദനകൾ. ബൈബിൾ വായിക്കാൻ കഴിയത്തില്ല. ബൈബിൾ അങ്ങോട്ട് വായിക്കാൻ തുടങ്ങുമ്പോൾ കണ്ണിനകത്തുകൂടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേദനയോ വന്നു കയറുകയാണ്. പാസ്റ്റേഴ്സിന്റെ അടുക്കൽ ചെല്ലുന്നു, രോഗശാന്തി പ്രാർത്ഥിക്കുന്നു, സൗഖ്യമാകുന്നില്ല. കാരണം അനുകൃതമായി തിരുമേശ പങ്കെടുത്തു, പാപം ചെയ്ത് തിരുമേശ പങ്കെടുത്തു, തെറ്റ് ചെയ്ത് തിരുമേശ പങ്കെടുത്തു, അരുതാത്ത പാപം ആരും കാണാതെ ചെയ്തു, പാപം ചെയ്തു, തിരുമേശ പങ്കെടുത്തു. തിരുമേശ പങ്കെടുത്തില്ലെങ്കിൽ പാസ്റ്റർ എന്നാ പറയും, ആൾക്കാരെന്നാ പറയും എന്ന് പേടിച്ച് തിരുമേശ പങ്കെടുത്തു. സംഭവിച്ചതോ, അയോഗ്യമായി നിങ്ങൾ ഇതിൽ നിന്ന് ഭക്ഷിക്കുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്താൽ നിങ്ങൾ തന്നെ തിന്നുകയും കുടിക്കുകയും ചെയ്യുക കൊണ്ട് നിങ്ങൾ കുറ്റക്കാരായി തീരും. തന്നിമിത്തം നിങ്ങൾ രോഗികളായി തീരും. നിങ്ങൾക്ക് മരണം വരെ സംഭവിക്കാം. അതുകൊണ്ട് നിങ്ങൾ എന്തോ ചെയ്യരുത്, തിരുമേശ എടുക്കുമ്പോൾ അശുദ്ധിയോടെ എടുക്കരുത്. നിങ്ങളെ തന്നെ ശോധന ചെയ്തിട്ട് വേണം എടുക്കാൻ. അപ്പോൾ വിശ്വാസികൾ പലരും ഈ രോഗങ്ങൾ വരാൻ കാരണം ദൈവത്താൽ വന്നിരിക്കുന്ന രോഗങ്ങളാണ്. വിശുദ്ധിയില്ലാതെ കർത്തൃമേശ എടുത്തു കഴിഞ്ഞാൽ ദൈവത്താലുള്ള രോഗങ്ങൾ ശരീരങ്ങൾ പിടിക്കപ്പെടുകയും ചിലർ മരിക്കുകയും പ്രാണനെ വിടുകയും ചിലരുടെ ജീവിതത്തിൽ മാറാ രോഗങ്ങൾ ശരീരത്തിൽ വന്നു കയറുകയും ചെയ്യും. അതുകൊണ്ട് എന്തോ ചെയ്യണം, നിങ്ങൾ വിശുദ്ധിയോടെ മാത്രമേ തിരുമേശകളിൽ നിന്ന് പങ്കെടുക്കാൻ പാടുള്ളൂ എന്ന് ഞങ്ങൾ ശക്തിയോടെ പറയുന്നതിൻ്റെ കാരണങ്ങളാണ്. ഞാൻ പോകുന്ന പലയിടങ്ങളിലും ഒരുപാട് അസ്വസ്ഥതയുള്ളവരുണ്ട്.
അവർക്ക് ശേഷം വന്ന പലരെയും നമ്മൾ പ്രാർത്ഥിച്ചു, അവർ സൗഖ്യമായി. പക്ഷെ ഇവർ മാത്രം സൗഖ്യമാകുന്നില്ല. എന്താണ് കാരണം? അവരുടെ ജീവിതത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും, ജീവിത വിശുദ്ധിയില്ല. കാണാത്തത് കാണുന്നു, ചെയ്യരുതാത്തത് ചെയ്യുന്നു, പോകാത്തിടത്ത് പോകുന്നു, പ്രമാണം തെറ്റി ജീവിക്കുന്നു, തന്നിമിത്തം കർത്തൃമേശയും പങ്കെടുക്കുന്നു. മാറിയിരിക്കാൻ പറയുന്നു, അവർ മാറുന്നില്ല. വ്യക്തിപരമായി അവരോട് പറയുന്നു, എന്നിട്ട് പോലും അവർ മാറുന്നില്ല. തന്നിമിത്തം അവരെടുക്കുകയും ദൈവത്താലുള്ള ശിക്ഷകൾ, രോഗങ്ങൾ, രോഗബന്ധനങ്ങൾ ശരീരത്തിൽ വ്യാപരിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ വരുന്ന ഒരു രോഗത്തെയും പ്രാർത്ഥിച്ച് സൗഖ്യമാക്കാൻ ഒരു പാസ്റ്റേഴ്സിനും കഴിയത്തില്ല. ഉടയവന് മാത്രമേ ആ രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയുകയുള്ളൂ. അരുതാത്തത് ചെയ്തു, കാണാത്തത് കണ്ടു, ചെയ്യരുതാത്തത് ചെയ്തു, കൊണ്ടുവരാത്തത് കൊണ്ടുവന്നു. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഒരു ബാധ കയറാൻ നിന്റെ വീട്ടിൽ എത്ര പൂട്ടുള്ള താക്കോലുണ്ടായിരുന്നാലും, ഗോദറേജിന്റെ താക്കോലുണ്ടായിരുന്നാലും, ഒരു 15 അടി പൊക്കമുള്ള മതിലുണ്ടായിരുന്നാലും, ഇനി ഒരു 6-7 പട്ടികളുണ്ടെന്ന് പറഞ്ഞാൽ, പടുകൂറ്റ കല്ലുകൊണ്ട് പണിത ചൈന മതില് പോലെ പണിതെന്ന് വന്നാലും, ഒരുപാട് രഥങ്ങൾ ഒരുമിച്ചൊട്ട് ഓട്ടിക്കുവാൻ കഴിവുള്ള യെരിഹോവിനെ പോലെയുള്ള വലിയ മതിലുകൾ ഉണ്ടായാലും ബാധയ്ക്കിതൊന്നും വിഷയമല്ല. ഇതകത്ത് കയറിയാൽ നിന്നെ കൊന്നോണ്ടു പോകും. ആർഷഭാരതം ഇന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, ഹേ കേരളമേ, ഭാരതമേ, സാക്ഷരതയുടെ ഔന്നത്യ മണ്ഡലത്തിൽ നിൽക്കുന്ന, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് അവകാശപ്പെടുന്ന കേരളമേ, നിങ്ങൾക്കെന്തോ പറ്റി? പ്രണയ അഭ്യർത്ഥന നിരസിച്ചതിൻ്റെ ഒറ്റ കാരണത്താൽ ആ കുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന ആർഷഭാരതം. സ്വന്തം കുഞ്ഞല്ലെങ്കിലും രണ്ടാമച്ഛനായി മാറിയവൻ നിക്കറിലൊന്നും മൂത്രമൊഴിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ കുഞ്ഞിനെ കാലിൽ വലിച്ചു പൊക്കിയെടുത്ത് എന്താ പറയുന്നത് ഈ നെല്ലിനെ അടിച്ച് അതിനെ വൈക്കോലിൽ നിന്ന് മാറ്റുന്നത് പോലെ ആ കുഞ്ഞിനെ കാലു വാരി എടുത്ത് നിലത്തടിക്കുന്ന മാത്രയിൽ ആ കുഞ്ഞിൻ്റെ തലയോടി തേങ്ങ പൊട്ടിക്കുന്നത് പോലെ 2 ഭാഗമായി ചിതറി, തലച്ചോറുകൾ ചിതറി 7ഓളം ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്ന കുഞ്ഞി ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അവനെ നോക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയ പറഞ്ഞത്, എടാ മൃഗമേ, അവിടെ മൃഗമേ എന്ന് വിളിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു വിളിച്ചു, ബാധയെ. ഒരുവന്റെ ശരീരത്തിൽ ബാധ കയറിയാൽ, ഒരുവളുടെ ശരീരത്തിൽ ബാധ കയറിയാൽ, ഒരു ദേശത്തിൽ ബാധ കയറിയാൽ, ഒരു കുടുംബത്തിനകത്ത് ബാധ കയറിയാൽ, ഒരു തലമുറയ്ക്ക് തകത്ത് ബാധ കയറിയാൽ അവൻ വെട്ടും, അവൻ എന്തും ചെയ്യും ഇതിനെ അവസാനിപ്പിക്കുവാൻ. ഇന്ന് രാത്രി കരുത്തനായ ഒരുവൻ ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഇടതു ഭരിച്ചാലും വലതു ഭരിച്ചാലും, ഇനി ഇടങ്കൈ ഭരിച്ചാലും എന്നെ ഭരിച്ചാലും ആര് ഭരിച്ചാലും ഈ ബാധയെ വെട്ടാൻ, ഈ ബാധയെ ഒതുക്കുവാൻ, ഈ ബാധയെ തകർക്കുവാൻ യേശുക്രിസ്തുവിനല്ലാതെ സത്യമല്ല. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവാത്മാവിടെ വിടുന്ന ദൂത് പതുങ്ങി അകത്ത് കയറിയ ചില കൂടാരങ്ങൾ വെല്ലുവിളിക്കുന്ന ചില പൈശാചിക ശക്തികൾ ചില കൂടാരം വിട്ട് ആരാധനയ്ക്ക് മുഴങ്ങാലും അടക്കിയ നിന്റെ ഗൃഹതലത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പാഞ്ഞിറങ്ങി ചില കെട്ടുകളെ പൊട്ടിക്കുന്നത് ആത്മമണ്ഡലത്തിൽ തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അവസാനം വെന്റിലേറ്ററിൽ ഇട്ടു. ഡോക്ടർ 48 മണിക്കൂർ പറഞ്ഞു. നടന്നൊരു കാര്യമാണ്. അവസാനം 48 മണിക്കൂർ ഡോക്ടർ പറഞ്ഞു, എന്തെങ്കിലും ചോദിക്കുന്നെങ്കിൽ കൊടുക്കാം. കണ്ണെല്ലാം അടഞ്ഞു, ബുദ്ധിയൊക്കെ പകുതി പോയി, മരവിപ്പിച്ചു. എങ്കിലും വെന്റിലേറ്ററിൽ കിടക്കാം, എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ തയ്യാറായി നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി പറഞ്ഞു, ഡോക്ടറെ ഒന്ന് വിടാമോ, ഞങ്ങൾ പ്രാർത്ഥനാ പുരയ്ക്കകത്ത് കയറി ഈ കുട്ടിയെ കൊണ്ടൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഡോക്ടർ പറഞ്ഞു, വെന്റിലേറ്ററിലാണ് കിടക്കുന്നത്, എല്ലാ മിഷൻ സ്ഥാപനങ്ങളും എടുത്തു മാറ്റിയാൽ ആൾ മരിക്കും. അവർ പറഞ്ഞു, എന്തായിരുന്നാലും നിങ്ങൾ മരിക്കുമെന്ന് വിധി എഴുതി, അതുകൊണ്ട് ഞങ്ങളൊന്ന് ഇനിയൊന്ന് പ്രാർത്ഥിക്കട്ടെ. എഴുതി ഒപ്പുവെച്ചു. ആംബുലൻസ് കയറ്റി വീട്ടിൽ കൊണ്ടുവന്നു. 3 ദിവസത്തെ പ്രാർത്ഥന. ഡോക്ടർ പറഞ്ഞു 24 മണിക്കൂറിനകത്ത് ആൾ മരിക്കും. 24
24 മണിക്കൂർ കഴിഞ്ഞു. ഉപവാസം 1, ഉപവാസം 2, ഉപവാസം 3-ാമത്തെ ദിവസം ആമേൻ. അസ്ഥി പഞ്ചരം പോലെ മൃഗശരീരം പോലെ കിടക്കുന്ന ശരീരത്തിൽ ഒരു ദുഷ്ടശക്തി അങ്ങ് വെളിപ്പെടാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഷാജ് പറഞ്ഞ വാക്ക് ഞാൻ നിങ്ങളോട് പറയാം. നീ എന്നെ പിടിച്ചല്ലേ, നീ ഞങ്ങളെ കണ്ടുപിടിച്ചല്ലേ, ഈ പ്രാണനെ ഞങ്ങൾ തൊടാൻ ഞങ്ങൾക്ക് തരില്ലല്ലേ, ഇവിടെ ഞങ്ങൾ കൊണ്ടേ പോകൂ. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, ദൈവത്തിന്റെ മിഖായേലും ദൈവത്തിന്റെ ദൂതന്മാരും അന്ന് ആ പ്രാർത്ഥനയ്ക്കകത്ത് ഇറങ്ങി വന്നു. ആ ദുഷ്ടാത്മാവിനെ വെട്ടി ഇന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവൾ ജീവനോട് കൂടെ യേശുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. നോക്കിക്കേ, ദൈവം സംഹാര ശക്തി അയക്കുന്നു. മിസ്രൈമിലെ കുടില് മുതൽ കൊട്ടാരം വരെ ആ തലമുറകളെ എല്ലാം ഈ സംഹാരകൻ കൂടാരത്തിനകത്തിടിച്ചു കയറി സകലത്തെയും നശിപ്പിക്കാൻ തുടങ്ങി. ആട്ടുംകൊറ്റന്റെ രക്തമെടുത്ത് കട്ടടമേലും കുറുമ്പടിമേലും തളിക്കണം. എന്തിനാണെന്നറിയാമോ? മിസ്രൈമിലെ ദൈവത്താൽ വരുന്ന സംഹാരക ശക്തി, ദൈവത്തിന്റെ സംഹാരക ദൂതന്മാർ സംഹാരകൻ വന്നിറങ്ങി മിസ്രൈമിലെ സകല കുടുംബങ്ങളിലും കയറി എല്ലാത്തിനെയും തകർത്തു. അവസാനം ഭയങ്കര നിലവിളികൾ ഉയർന്നു. കുടില് മുതൽ കൊട്ടാരം വരെ നിലവിളികൾ. അവസാനം സ്തോത്രം, ചില വീടുകളിൽ കയറാൻ ശത്രുവിന് കഴിഞ്ഞില്ല. ചില വീടുകൾ കയറാൻ ശത്രുവിന് കഴിഞ്ഞില്ല. രക്തത്താൽ ജയം. കുഞ്ഞാടാകുന്ന യേശുവിന്റെ ഹാബേലിന്റെ രക്തത്താൽ ഗുണകരമായി സംസാരിക്കുന്ന, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നിർമ്മല രക്തം ഇന്ന് രാത്രി എത്ര പേർക്ക് പറയുവാൻ കഴിയും? കുഞ്ഞാടിന്റെ രക്തം എന്റെ നെറ്റിമേലുണ്ട്, കുഞ്ഞാടിന്റെ രക്തം എന്റെ വീട്ടിന്റെ കട്ടള കാവലുകളുണ്ട്, കുഞ്ഞാടിന്റെ രക്തം യേശുവിന്റെ രക്തത്താൽ എന്റെ വീടിന്റെ കട്ടളയുടെ പേരും കട്ടളപ്പടിയുടെ പേരും കുറുപ്പടിയുടെ പേരും യേശുവിന്റെ രക്തമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഈ രാത്രി ആരാധിച്ച് കയറുക. ഇന്ന് രാത്രി ചില കുടുംബങ്ങളെ വിട്ട് സംഹാരകൻ ഒഴിയുന്നു, ചില ഭവനങ്ങളെ വിട്ട് സംഹാരകൻ ഒഴിയുന്നു, ചില വ്യക്തികളെ വിട്ട് സംഹാരകൻ ഒഴിയുന്നു. ഓ ജീസസ്, പ്രൈസ് ദി ലോർഡ്. കുഞ്ഞാടിന്റെ രക്തമാണ് ബാധകളിൽ നിന്നും ദൈവം നമുക്ക് വിടുതൽ തരുന്നത്. പലരുടെയും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് പലരും ഇന്ന് ജീവിച്ചിരിക്കേണ്ടവരല്ല ഈ രാത്രിയിൽ ഇവിടെ ഇരിക്കുന്നത്. 2, ജാതകപ്രകാരം ജീവിച്ചിരിക്കേണ്ടവരല്ല ഇന്ന് രാത്രി നീ ഇവിടെ ഇരിക്കുന്നേ. 16-ാമത്തെ വയസ്സിൽ നാട് വിട്ടുപോകുമെന്ന് പറഞ്ഞൊരു പുള്ളി ഇന്ന് ഞങ്ങളുടെ ചർച്ചിൽ നാടും വിട്ടുപോയില്ല, വീടും വിട്ടുപോയില്ല. അവൻ യേശുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. 32-ാമത്തെ വയസ്സിൽ ആക്സിഡന്റിൽ മരിക്കുമെന്ന് പറഞ്ഞ ഒരുവൻ ഇന്നും 32 കഴിഞ്ഞ് 42 കഴിഞ്ഞ് 52 കഴിഞ്ഞ് ജീവനോടെ ഇരിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ ജയം. ബാധകളുടെ ആക്രമണങ്ങളിലൂടെ നിന്റെ ആയുസ് തട്ടിപ്പറിച്ച് രക്തം കീറി കുടിക്കുമെന്ന് പറഞ്ഞു വെല്ലുവിളിച്ച ജാതീയ ശക്തികളുടെ ജാതകങ്ങളെ ജലരേഖ പോലെ വലിച്ചു കീറിക്കളഞ്ഞ ഒരു ദൈവം ഇന്ന് രാത്രി ഇവന്റെ മടിവിലൂടെ നടക്കുകയാണ്. അവൻ തിരിച്ചറിയുന്നവർക്കായി ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വസിച്ചു. ഇന്ന് രാത്രി നിനക്കത് എഴുതിയ ജാതകങ്ങൾ, നിനക്കവനെ എഴുതിയ മാനുഷിക ജാതകങ്ങൾ നിന്റെ കുഴിമാടത്തിൽ ഒരുപടി മണ്ണുവാരിയിട്ട് നിന്റെ ശവകുടീരത്തിൽ ഭൂമാന വയ്ക്കുവാൻ, റീത്തു വയ്ക്കുവാൻ കാത്തു നിൽക്കുന്ന, കാല് ഭരിക്കുന്ന, കൈ ധരിക്കുന്നവനെ ഇന്ന് രാത്രി അവന്റെ മടിവിലൂടെ നിന്റെ ജീവിതത്തെ ഈ രാത്രി ജീവനോടെ, പുതുക്കത്തോടെ, കൃപയോടെ പുറത്തു കൊണ്ടുവരാൻ ഇന്ന് രാത്രി കരുത്തുള്ളവനായ യേശു മശിഹ ഇന്ന് രാത്രി ഇവനകത്ത് ചലിക്കുകയാണ്. അവൻ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നവർ ആത്മമണ്ഡലത്തിൽ ആരാധിച്ച് ഇന്ന് രാത്രി കയറിക്കൊള്ളട്ടെ. അവൻ ശക്തനാണ്, അവൻ ഉന്നതനാണ്, അവൻ വാക്കുമാറാത്തവനാണ്, അവൻ പ്രവൃത്തിയിൽ ഭയങ്കരനാണ്. അവൻ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഒരു ശക്തിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ കരം ചലിക്കാൻ തുടങ്ങിയാൽ, ദൈവത്തിന്റെ പ്രവൃത്തി ചലിക്കാൻ തുടങ്ങിയാൽ, ദൈവത്തിന്റെ വിടുതൽ ഇറങ്ങി വരാൻ തുടങ്ങിയാൽ പൈശാചിക മണ്ഡലങ്ങൾ ഉടഞ്ഞു പോകുന്ന ആമേൻ യഹോവ എഴുന്നേൽക്കുന്നു. അവന്റെ ശത്രുക്കൾ ചിതറുന്നു. എപ്രകാരം ആരാധിച്ചു കയറുന്നു. ദൈവം എഴുന്നേൽക്കുന്നു. വരക്കവരെ കൂട്ടം കൂടി നിൽക്കുന്ന ശത്രുക്കൾ അതെത്ര വലുതായാലും, എത്ര ബലമുള്ളതായാലും, എത്ര ശക്തിയുള്ളതായാലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ
ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ജയം. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ബാധ എൻ്റെയും നിന്റെയും ജീവിതത്തിൽ പ്രവേശിക്കാത്തതിൻ്റെ കാരണം യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ്. ഒന്ന്, ദൈവത്താൽ വരുന്ന രോഗം. രണ്ട്, പിശാചിനാൽ വരുന്ന രോഗം. മെഡിക്കൽ സയൻസിന് മരുന്നില്ല. മൂന്നാമത്തെ രോഗം പ്രകൃതിയിലൂടെ വരുന്ന രോഗം. കഴിഞ്ഞ ദിവസങ്ങൾ ശുശ്രൂഷയിൽ തന്നെ ഒരുപാട് അലച്ചിലുകളും ഇതുപോലെ വിയർത്തൊഴുകിയുള്ള ശുശ്രൂഷകളുമായതിനാൽ ജലദോഷത്തിൻ്റെ തൊണ്ടയടപ്പ്, ഒരുപാട് ആവി പിടിച്ചു. കണ്ടു, പ്രകൃതിയിൽ നിന്ന് അത് ബന്ധനമെന്ന് ഞാൻ പറയത്തില്ല. ഇത് ഇപ്പോഴത്തെ അസഹ്യമായ ചൂട്. ചില മീറ്റിംഗ് സ്ഥലത്ത് ചെന്നാൽ അവിടെ ഷീറ്റാണ്, ഭയങ്കരമായ ചൂടാണ്. നമ്മൾ നിന്ന് വിയർക്കും. എത്ര ഫാന് കിട്ടിയാലും നിന്ന് നമ്മൾ വിയർത്തിങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും. അതിലൂടെ ഉണ്ടാകുന്ന പനിയും അസ്വസ്ഥതകളും അതൊന്നും പൈശാചികമല്ല. ചിലപ്പോൾ ഒരാവിയിൽ അതങ്ങ് മാറും. ഇന്ന് രാത്രി ഓർത്തുകൊള്ളണം, പ്രകൃതിയിൽ കയറി വരുന്ന രോഗങ്ങളെല്ലാം പ്രകൃതി ചികിത്സയിൽ സൗഖ്യമാകും. സ്തോത്രം ചെയ്ത് ഇവിടത്തെ രോഗത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. 5-ാം അധ്യായം 25-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, 12 കൊല്ലമായി രക്തസ്രാവം എന്ന് പറയുന്ന രോഗം. ഒരു മനുഷ്യൻ്റെ ശരീരം നിലനിൽക്കുന്നത്, ജീവൻ നിലനിൽക്കുന്നത് അവൻ്റെ രക്തത്താലാണ്. രക്തത്തിനകത്താണ് ജീവൻ നിലനിൽക്കുന്നത്. കൈയൊടിഞ്ഞാൽ, കാലൊടിഞ്ഞാൽ നിങ്ങൾ മരിക്കത്തില്ല കേട്ടോ. പക്ഷേ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തം കംപ്ലീറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. ഇന്നലത്തെ പത്രമോ ഇന്നത്തെ പത്രമോ ആണ് വടക്ക് ഭാഗത്ത്, കോട്ടയത്തിൻ്റെ ഏതൊരു ഭാഗത്താണ് ഒരു തമിഴ് ലോറി ഡ്രൈവർ വണ്ടി നിർത്തിയിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയി. ചായ കുടിക്കാൻ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു ഡോക്ടറാകുന്ന ഒരു മനുഷ്യൻ വാഹനമോട്ടിച്ച് സ്പീഡിൽ വരികയും ഈ മനുഷ്യനെ ഇടിച്ച് തെറിപ്പിക്കുകയും ചെയ്തു. തൽഫലമായി ഈ ഡോക്ടറെ ഇടിച്ച് തെറിപ്പിച്ച ഈ മനുഷ്യനെ വണ്ടിയിൽ കയറ്റി തൊട്ടടുത്ത ഹോസ്പിറ്റലോ അല്ലെങ്കിൽ തനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പോലീസിനെ വിളിച്ചു അറിയിക്കാതെ ഈ മനുഷ്യൻ വേറെ വഴിയിലൂടെ പോയി തിരിച്ച് തന്നെ പിടിക്കുമെന്നറിഞ്ഞിട്ട് തിരിച്ച് അതുവഴി തന്നെ വരുമ്പോൾ ഇടിച്ചിട്ട മനുഷ്യൻ അതിൻ്റെ ഇടത് ഭാഗത്ത് കിടന്ന് പുഴുപിടയ്ക്കും പോലെ പിടച്ചോണ്ടിരിക്കുമ്പോഴും ഈ ഡോക്ടർ ആ മനുഷ്യനെ കണ്ട ഭാവം കാണിക്കാതെ രക്ഷപ്പെട്ടു. പത്രത്തിൽ എഴുതി വച്ചിരിക്കുന്നത് അവൻ വാർന്ന്, രക്തം വാർന്ന് ഈ ലോകത്തോട് ഇവിടെ പറയുകയുണ്ടായി. എത്ര ദാരുണമായ അന്ത്യം! മനുഷ്യൻ്റെ ജീവൻ അവൻ്റെ രക്തത്തിൽ കിടക്കുകയാണ്. പിശാചിന്റെ നോട്ടം നിന്റെ രക്തമാണ്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി ഞാനൊരു വെളിപ്പാട് പറയാം. പിശാച് ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെയും ഒരു മാതാവിൻ്റെയും ഒരൊറ്റ വ്യക്തികളുടെ രക്തം നിനക്ക് തൊടാൻ എൻ്റെ യേശു അനുവദിക്കയില്ല. എത്രയോ ആക്സിഡൻറ്റുകൾ ഉണ്ടായി, എത്ര ആക്സിഡൻറ്റുകൾ നമുക്കുണ്ടായി. പക്ഷേ രക്തം പൊടിയുന്നതല്ലാതെ ഒഴുകാത്തതിൻ്റെ കാരണം തമ്പുരാൻ നിന്റെ ജീവൻ നിലനിർത്തിയതാണ്. എനിക്കറിയില്ല, ഇന്ന് രാത്രി ഇവനകത്ത് ചില ജീവനോട് ശത്രു വാദിക്കുന്ന വ്യക്തികളെ ആത്മാവിനെ കാണിക്കുന്നു. ആയുസ്സിനോട് പോരടിക്കുന്ന ചില വ്യക്തികളെ ആയുസ്സിനോട് വെല്ലുവിളിക്കുന്ന ദൈവാത്മാവിനെ ഞാൻ കാണുന്നു. ആയുസ്സിനോട് പോരടിക്കുന്ന, ആയുസ്സിനോട് വെല്ലുവിളിക്കുന്ന, ആയുസ്സിനെ അടിച്ചു തകർത്ത് കളയുവാൻ ഇന്ന് രാത്രി പോരടിക്കുന്ന ചില മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ഉടഞ്ഞു മാറട്ടെ. ആമേൻ. ദൈവാത്മാവിനെ കാണിക്കുന്നു. 3 പേർ ആക്സിഡന്റിൽ നിന്നും വഴിമാറുന്നതായി ഞാൻ കാണുന്നു. നീ അറിയാതെ നിന്നെ തകർത്ത് കളയുവാൻ പട്ടണവാതിക്കൽ പതിയിരിക്കുന്ന രക്തദാഹിയായ ചില ദുഷ്ടശക്തിയുടെ മണ്ഡലങ്ങൾ ഇന്ന് രാത്രി ഈ യോഗത്തിന് വന്നതിൻ്റെ ഒറ്റ
ഒരൊറ്റ കാരണത്താൽ ഇന്ന് രാത്രി നിന്റെ ആയുസ്സിനെ തകർത്ത് കളയുവാൻ, രക്തം കുടിക്കുവാൻ, ആരുമില്ലാത്ത അസ്വസമയത്ത് നിന്നെ തകർത്ത് കളയുവാൻ നിനക്ക് അവരെ വിട്ടുവെച്ച് പദ്ധതിയൊരുക്കിയ 3 വ്യക്തികളിൽ നിന്നുള്ള കെണികൾ ഇന്ന് രാത്രി യേശു വെട്ടിമാറ്റുന്നവർ. നോക്കിക്കേ, 12 കൊല്ലമാണ് അവളുടെ ശരീരത്തിൽ ഇത് കയറിയത്. രക്തത്തിനകത്ത് കയറി രക്തം ശരീരത്തിൽ നിന്ന് ഊറ്റിക്കളയുക 12 വർഷം. ഈ 12 വർഷവും അവളുടെ ജീവിതത്തിൽ ഈ ബാധ കയറിയിരുന്നു. നമുക്കറിയില്ല ഇത്ര കൊല്ലമായി ഇതൊക്കെ ജീവിതത്തിൽ കയറിക്കിടക്കും, നമുക്കറിയില്ല. 10,000 രൂപ കയ്യിൽ വന്നാൽ 5 പൈസ മിച്ചമില്ല, വീട്ടിൽ ചെന്നാൽ സ്വസ്ഥതയില്ല. ഡോക്ടർമാർക്ക് കൊടുത്ത പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഒരു 3 വീട് വെക്കാമായിരുന്നു. 2 നിലയുടെ 3 വീടും 3 കാറും മേടിക്കാമായിരുന്നു. ഒരാൾ പറഞ്ഞതാ. ആ ദൈവദാസന്റെ പ്രാർത്ഥനയിൽ എൻ്റെ രോഗം മാറി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. 12 കൊല്ലം ഈ ബാധ, ഈ പിശാച് ഡോക്ടർമാരെ കളിപ്പിച്ചു, വൈദ്യന്മാരെ കബളിപ്പിച്ചു. നമുക്കറിയാം, ഡോക്ടർമാരുടെ കയ്യിൽ ശരിയായില്ലെങ്കിൽ നമ്മൾ നേരെ കാട്ടിലോട്ടിറങ്ങും വൈദ്യന്മാരുടെയിലേക്ക്. അവരുടെ പച്ചയായ പച്ചിലയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന നല്ല ശുദ്ധിയുള്ള മരുന്നുകളാണ് പിന്നെ നമ്മൾ എടുക്കുന്നത്. എണ്ണ തോണിയിൽ വരെ കിടക്കും. എന്തിന്? എന്ത് പഥ്യം വേണമെങ്കിലും നമ്മൾ എടുക്കും. എന്തിനാ? അവരുടെ മരുന്ന് ശരീരത്തിൽ പിടിക്കാൻ. പക്ഷേ ശരീരത്തിൽ പിടിക്കത്തുമില്ല, രോഗം മാറുകയുമില്ല. എന്നാന്നറിയോ? കാരണം യവനകത്ത് കിടക്കുക. വിട്ടുമാറാത്ത തലവേദനകളെല്ലാം ഇന്ന് രാത്രി ആഴിയും. നിങ്ങൾ കുറിച്ചു വെച്ചോ. കാരണം ഇന്ന് രാത്രി പ്രസംഗിക്കുന്നവന്റെ കഴിവല്ല ദൈവം പ്രവർത്തിക്കുന്നത്, ജനത്തിൻ്റെ പ്രാർത്ഥനയാണ് ജനം വിടുതലയിക്കുന്നത്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. 12 കൊല്ലം. അതും രക്തസ്രാവം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ഒരു മാരക രോഗമാണ്. ഇന്നത്തെ പോലെയല്ല. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ വന്നാൽ അവൾ വീട്ടിൽ നിന്ന് അവൾ പുരയ്ക്ക് പുറത്ത് താമസിക്കണം. ഒറ്റയ്ക്ക് കൂടാരമടിച്ചവൾ താമസിക്കണം. രക്തസ്രാവം പിടിച്ചവൾ. ഇതുപോലെയുള്ള പട്ടണത്തിലൂടെയൊന്നും നടന്നു പോകാൻ പാടില്ല. അഥവാ അത്യാവശ്യത്തിന് അവൾ നടന്നു പോകേണ്ടി വന്നാൽ അവൾ ഉറക്കെ വിളിക്കണം. പതുക്കെ പറയാൻ പാടില്ല, ഉറക്കെ വിളിക്കണം. ഞാൻ അശുദ്ധ, ഞാൻ അശുദ്ധ, അശുദ്ധ, അശുദ്ധ എന്ന് അവളുടെ ആ ഭാഷയിൽ വിളിച്ചു പറയണം. ഇത് പറയുമ്പോൾ കേൾക്കുന്നവരെല്ലാവരും അവരുടെ കൂടാരങ്ങൾ ഒളിക്കുകയും ഇവൾ പോകുന്നത് വരെ മാറി നിൽക്കുകയും ചെയ്യും. അതിൻ്റെ കാരണം അശുദ്ധയാണ്. അങ്ങനെ അന്നത്തെ കാലഘട്ടത്തിൽ രക്തസ്രാവം പിടിച്ചവൾ ചന്തയിൽ ചെല്ലാൻ പാടില്ല, കമ്പോളത്തിൽ ചെല്ലാൻ പാടില്ല, ഒരു ജംഗ്ഷനിൽ നിൽക്കാൻ പാടില്ല, ബസ് കയറാൻ പാടില്ല, ഒരു സാധനം വാങ്ങിക്കാൻ പാടില്ല, ഒരു സാധനം വിൽക്കാൻ പാടില്ല, ജനത്തിൻ്റെ ഇടയിൽ പോകാൻ പാടില്ല, കുഞ്ഞുങ്ങളെടുക്കാൻ പാടില്ല, ആഹാരം പാനം ചെയ്ത് കൊടുക്കാൻ പാടില്ല, വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കാൻ പാടില്ല, കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പാടില്ല, കോരിയ വെള്ളം എടുത്തുകൊണ്ട് പോകാൻ പാടില്ല, ഒരു വസ്ത്രം വാങ്ങിക്കാൻ പാടില്ല, വാങ്ങിച്ചാൽ ഉടുക്കാൻ പാടില്ല. ഒന്നും പറയണ്ട. അത്ര നികൃഷ്ടമായ നിലയിലാണ് അന്ന് ഈ രോഗബന്ധനം എന്ന് പറഞ്ഞാൽ. നോക്കിക്കും, ഒരു പിശാചു ഒരുവന്റെ ശരീരത്തിൽ കയറിയാൽ, ഒരു രോഗശക്തി ഒരു ബോഡിയിൽ കയറിയാൽ, ഒരു ദുഷ്ടശക്തി ശരീരത്തിൽ കയറിയാൽ സമൂഹത്തിൽ നിന്ന് അകറ്റുന്നു, ബന്ധുക്കളിൽ നിന്ന് അകറ്റുന്നു, സകല മണ്ഡലത്തിൽ നിന്നും അകറ്റിക്കളയുകയാണ് ചെയ്യുന്നത്. തീർന്നോ? സ്തോത്രം. തീർന്നില്ല. ആമേൻ. അവസാനം ആമേൻ, ഇവൾ അവിടെ കിടന്നു മരിക്കണം. അതിനോട് നിന്നു പറ്റി. അതിൽ നിന്നും ഒരു വിടുതലിന് വേണ്ടി അവിടെ ആദ്യത്തെ വാക്യം നിങ്ങൾ വായിക്കുന്നു, വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചു, തനിക്കുള്ളവെല്ലാം ചിലവഴിച്ചു. ബാധ കയറിയാൽ നിന്നെ കൊന്നാക്കി കളയും. ബാധ കയറിയാൽ നിന്റെ വീട് പോകും,
ബാധ കയറിയാൽ നിന്റെ ഭാവി പോകും. ബാധ കയറിയാൽ നിന്റെ വണ്ടി പോകും. ബാധ കയറിയാൽ നിന്റെ ശരീര സൗന്ദര്യം പോകും. ബാധ കയറിയാൽ നിന്റെ വിദ്യാഭ്യാസം പോകും. ബാധ കയറിയാൽ ദുരാത്മാവ് കയറിയാൽ നിന്റെ ശുശ്രൂഷ പോകും. ബാധ കയറിയാൽ ദുരാത്മാവ് കയറിയാൽ നിന്റെ പ്രാർത്ഥനാ ജീവിതം എരിച്ചു കളയും. ബാധ കയറിയാൽ നിന്റെ വിശുദ്ധ ജീവിതത്തെ കീറിക്കളയും. ബാധ കയറിയാൽ നിന്റെ മുടിയെ കത്തിരിക്കും. ബാധ കയറിയാൽ നിന്റെ കണ്ണിനെ ചൂഴ്മെടുക്കും. ബാധ കയറിയാൽ നിന്റെ നഖത്തെ വെട്ടും. ബാധ കയറിയാൽ നിന്നെ പിശാചിട്ട് ചവിട്ടിക്കളയും. ദുരാത്മാവ് ശരീരത്തിൽ കയറിയാൽ, അശുദ്ധാത്മാവ് ഒരു സഭയ്ക്കകത്ത് കയറിയാൽ, ദുരാത്മാവ് ഒരു രാജാവിന്റെ ശരീരത്തിൽ കയറിയാൽ, ഒരു ബാധ ഒരു രാജാവിന്റെ ശരീരത്തിൽ കയറിയാൽ, പരിശുദ്ധാത്മാവ് കയറുന്നത് പോലെയല്ല ബാധ കയറുന്നത്. ബാധ കയറിയാൽ ഒട്ടിച്ചവൻ തകർത്ത് കളയും. നോക്കിക്കേ, എല്ലാം പോയി, എല്ലാം പോയി. വീട്ടിനകത്ത് കിടന്ന അവസാനത്തെ പാത്രം വരെ വിറ്റു, എല്ലാം നഷ്ടപ്പെട്ടു. ഇന്ന് രാത്രിയിൽ ഞാനൊരു വെളിപ്പാട് പറഞ്ഞ് നിങ്ങൾക്ക് ഏറ്റെടുക്കാമോ? ബാധ കയറി, പിശാച് കൊണ്ടുപോയതെല്ലാം ഇന്ന് രാത്രി മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അപ്പൻ്റെ കാലത്ത് ബാധ കയറി, അവസാനത്തെ കുരുന്ന് റബ്ബറും വെട്ടി നശിപ്പിച്ചു. അപ്പൻ്റെ കാലത്തും കയറി, അങ്ങോട്ടുള്ള കാലമെല്ലാം കയറി. നല്ലത് ഒരെണ്ണമില്ല. 16-ാമത്തെ വയസ്സിൽ ബാധയെ ഞങ്ങൾ അടിച്ചിളക്കി. പ്രൈസ് ദി ലോർഡ്. ഇന്നലെയുടെ നാളുകൾ കയറി തകർത്ത ബാധകളെയെല്ലാം എൻ്റെ 16-ാമത്തെ വയസ്സ് മുതൽ വെയ്യട ആയുധമെന്ന് പറഞ്ഞുകൊണ്ട് പിശാചിൻ്റെ അടിവേര് വെട്ടിയതിനാൽ പിതാക്കന്മാരുടെ കാലം മുതൽ കൊണ്ടുപോയതെല്ലാം ഈ നിമിഷം വരെ പലിശയടക്കം വെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാക്ക് ത്രൂവിൻ്റെ രാത്രിയാണ്. നിന്നെ വിളിച്ചത് മനുഷ്യനല്ല, നിന്നെ വിളിച്ചത് സംഘടനയല്ല, നിന്നെ വിളിച്ചത് പ്രസ്ഥാനമല്ല, നിന്നെ വിളിച്ചതൊരു വ്യക്തിയല്ല, നിന്നെ വിളിച്ചൊരു സമൂഹമല്ല, നിന്നെ വിളിച്ചതൊരു പാസ്റ്ററല്ല, നിന്നെ വിളിച്ചത് ലോകമല്ല, നിന്നെ വിളിച്ചത് യേശു ക്രിസ്തുവാകയാൽ ഇന്ന് രാത്രി ഞാനൊരു വെളിപ്പാട് ആത്മാവിൽ പറയാം. യേശുവിൻ്റെ നാമത്തിൽ കൊണ്ടുപോയവെല്ലാം മടക്കി വെയ്യടാ എന്ന്. ആമേൻ. ഗിദെയോന്റെ കാലത്ത് വെളിപ്പെട്ട ദൈവകൃപയുടെ അനോയിന്റിംഗ് ഇന്ന് രാത്രി ഇതാ ഇവനകത്ത് ചലിക്കാൻ പോകുന്നു. 25-ാമത്തെ വയസ്സിൽ വെട്ടിപ്പിടിക്കേണ്ട അവകാശം, 35-ാമത്തെ വയസ്സിൽ വെട്ടിപ്പിടിക്കേണ്ട അവകാശം, 40-ാമത്തെ വയസ്സിൽ വെട്ടിപ്പിടിക്കേണ്ട അവകാശം, 50-ാമത്തെ വയസ്സിൽ വാരിയെടുക്കേണ്ട അവകാശം, വെട്ടിപ്പിടിച്ച് ബസ് പുതുക്കി കെട്ടി ബന്ധിച്ച് ജീവിതത്തെ കുട്ടിച്ചോറാക്കി ഇരുളിന്റെ കാപാലിയ വ്യാപാരങ്ങളും അവന്റെ വേരുകളും അവന്റെ ബന്ധനങ്ങളും ആത്മമണ്ഡലത്തിൽ രാത്രി ഉട്ടച്ചു കളയുന്ന അഭിഷേകം ഇവനകത്ത് ചലിക്കുന്നു. അത് വിശ്വസിക്കുന്നവർ ആരാധിച്ച് ഇന്ന് രാത്രി കയറിക്കോ. കാരണം ഈ പ്രഥമ രാത്രിയിൽ വെട്ടിത്തെളിക്കുന്ന രാത്രിയാണ്. ആത്മാക്കളുടെ വിടുതലിനെ പടഞ്ഞിട്ടുകൊണ്ട് ഇന്ന് രാത്രി ദേശത്തിന് വെല്ലുവിളിക്കുന്ന ചില പോരിന്റെ ശക്തികളുടെ അട്ടഹാസങ്ങളും ഇന്ന് രാത്രി നാസറേന്റെ നാമത്തിൽ തമ്പുരാൻ പിടിപെടുത്തെറിയുന്നു. അവിടെ വായിക്കുന്നു, ഒരു വർത്തമാനം കേട്ടു. യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം. ആർഷ ഭാരതം രക്ഷപ്പെടണമോ? യേശുവിന്റെ വർത്തമാനം കേൾക്കണം. കാശുള്ളപ്പോൾ ഇതൊന്നും കേൾക്കാൻ സമയമില്ല. പണമുള്ളപ്പോൾ എല്ലാം ഉള്ളപ്പോൾ ഒന്നും കേൾക്കാൻ സമയമില്ല. എല്ലാം നശിച്ചു. അവസാനം യേശുവിന്റെ വർത്തമാനം കേട്ടു. എന്നാ വർത്തമാനം? പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്ന യേശു, 18 വർഷമായ കൂനികളെ പൊക്കുന്ന യേശു, നാറ്റം വച്ചതിനെ പുറത്തു കൊണ്ടുവരുന്നവനായ യേശു, ഭൂതശക്തികളെ വെട്ടുന്ന യേശു, മുടന്തന്മാരെ നടത്തുന്ന യേശു, ഏത് രോഗത്തെയും അഴിക്കുന്ന യേശു. വർത്തമാനം അകത്തു കയറിയതും പുറകിലൂടെ ചെന്ന് യേശുവിന്റെ വസ്ത്രം തൊട്ടു. പ്രൈസ് ദി ലോർഡ്. വർത്തമാനം കാവിൽ കിട്ടി ഓടി. പുരുഷന്മാരെ ഇടയിൽ പോകാൻ പാടില്ല. യഹൂദ പാരമ്പര്യത്തിന്റെ മതിലുകൾ ചാടിക്കടന്ന്, യഹൂദ പാരമ്പര്യം അരുതരുതരുതരുതെന്ന് വെച്ച അതിരുകളല്ല അവൾ പൊട്ടിച്ചുകൊണ്ട് യേശുവിൻ്റെ വസ്ത്രത്തിൽ
പുറകിൽ ചെന്നു തൊട്ടതും പിശാചിന്റെ ആടിവേര് വെട്ടുന്ന അഭിഷേകം. പിശാച് നിന്റെ കൂടാരം വിടണമോ? അഭിഷേകം നിന്റെ വീട്ടിലിറങ്ങണം. നിന്റെ ശരീരം ഇന്ന് ആത്മാവിൽ കത്തിയാൽ കത്തിപ്പിടിക്കുന്ന ചൂട്ടിൽ അണലിയിരിക്കുകയില്ല. കത്തിപ്പിടിക്കുന്ന കൊമ്പിൽ, കത്തിപ്പിടിക്കുന്ന ഒരു മരക്കൊമ്പിൽ പുറകിൽ ചെന്നവൾ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു. ശക്തിയുടെ ഭണ്ഡാരകനായി, അഭിഷേകത്തിൻ്റെ ഭണ്ഡാരകനായി, ദൈവകൃപയുടെ വ്യാപാരമുള്ളവനായി, ആത്മപരവിൻ്റെ വ്യാപാരമുള്ളവനായി, ദൈവശക്തിയുടെ വ്യാപാരമുള്ളവനായി നിൽക്കുന്നവൾ അവൻ്റെ വസ്ത്രത്തിൽ തൊട്ടു. നിമിഷം നേരം കൊണ്ട് മാഥയ്ക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല. മാഥ അലറാൻ തുടങ്ങി, ആ ശരീരം വിടാൻ തുടങ്ങി. മാഥ അലറാൻ തുടങ്ങി, മാഥ അലറാൻ തുടങ്ങി, അലറാൻ തുടങ്ങി. അന്തരീക്ഷത്തിനകത്ത് ഇന്ന് രാത്രി ചിറക് വിരിച്ച് വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തെയും വെള്ള വസ്ത്രധാരിയായി നിൽക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെയും അവൻ വെളിച്ചത്തെ വസ്ത്രം പോലെ ധരിക്കുന്നു എന്ന് തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ ഈ രാത്രി ദൈവകൃപയുടെ വ്യാപാര ശക്തി ആത്മമണ്ഡലത്തിൽ തൊടുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചു കയറിയോ. പൊട്ടുന്നു യേശുവിന്റെ നാമത്തിൽ. ചില കെട്ടുകൾ പൊട്ടട്ടെ ദൈവമേ, ചില ശാപങ്ങൾ രാത്രി പൊട്ടട്ടെ. മാഥ ഒഴിയുന്നു, ബന്ധനം ഒഴിയുന്നു, ശാപം ഒഴിയുന്നു.